ഇന്ന് പുലർച്ചെ വരെയും അതിനുശേഷവും പാക് ആക്രമണ ശ്രമം നടന്നുകൊണ്ടേയിരിക്കുന്ന ജമ്മുവിലേക്ക് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തന്റെ ഔദ്യോഗിക വാഹനത്തിലെത്തിയത് വലിയ ആവേശമാണ് രാജ്യത്തിന് നൽകിയിരിക്കുന്നത്. അതിരാവിലെയാണ് ഒമർ അബ്ദുള്ള ജമ്മുവിലേക്ക് പുറപ്പെട്ടത്. ജമ്മു നഗരത്തിലെത്തി സ്ഥിതിഗതികൾ മുഖ്യമന്ത്രി വിലയിരുത്തി കഴിഞ്ഞു. ഇന്ന് പുലർച്ചെ 4:15 ജമ്മുവിൽ പാക് ആക്രമണം അതിശക്തമായി ഉണ്ടായത്. ഇതറിഞ്ഞ ഒമർ അബ്ദുള്ള തന്റെ ജമ്മുവിലെ ജനങ്ങളെ ആശ്വസിപ്പിക്കാൻ മനസ്സിൽ കരുതി. അതുകൊണ്ട് ജമ്മുവിലേക്ക് മുഖ്യമന്ത്രിക്ക് എന്നല്ല ഒരാളെയും അടുപ്പിക്കാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ തന്റെ ജനങ്ങളെ കണ്ടു തന്നെ കാര്യമെന്നുറപ്പിച്ച ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അങ്ങോട്ട് പുറപ്പെട്ടപ്പോൾ ഒരു സൈനികനും അദ്ദേഹത്തിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല. ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചുള്ള ആക്രമണ ശ്രമത്തെ ഇന്ത്യയുടെ സൈന്യം ശക്തമായി നേരിട്ട് ഇന്നലെ രാത്രി പരാജയപ്പെടുത്തിയിരുന്നു. ഡ്രോണുകളും മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് ഇന്ത്യ തകർത്തു. എങ്കിലും പാകിസ്ഥാൻ സൈന്യം ആദ്യം തന്നെ ലക്ഷ്യം വെച്ചത് ജമ്മു വിമാനത്താവളമായിരുന്നു. മാത്രമല്ല, ജമ്മുവിലെ പല പ്രദേശങ്ങളിലേക്കും ഡ്രോണുകളും ഷെല്ലുകളും അയച്ചുകൊണ്ടേയിരിക്കുകയാണ് പാകിസ്ഥാൻ. ആ മിസൈലുകൾക്ക് നടുവിലൂടെയാണ്, അതും വാഹനത്തിൽ റോഡ് മാർഗം പോകാൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള തീരുമാനിച്ചത്. അത് വലിയ ആത്മവിശ്വാസമാണ് രാജ്യത്തെ പട്ടാളക്കാർക്കും സാധാരണ ജനങ്ങൾക്കും നൽകിയത്. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നമുക്കറിയാം, ഷഹബാസ് ഷരീഫ് ഇന്ത്യൻ ആക്രമണം ഭയന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ പോലും നിൽക്കാനാകാതെ ഓടി രക്ഷപ്പെട്ട് ബങ്കറിൽ അഭയം പ്രാപിച്ച അതേ സമയത്താണ് ഇന്ത്യയുടെ ഒരു സംസ്ഥാന മുഖ്യമന്ത്രി, അതും മിസൈലുകൾ ചീറിപ്പായുന്ന ആകാശത്തിൽ കണ്ണും നട്ടിരിക്കുന്ന കശ്മീരിന്റെ മണ്ണിൽ തന്റെ ഇടത്തോടെ റോഡിലൂടെ യാത്ര ചെയ്യുന്നത്. ജമ്മുവിൽ കനത്ത ജാഗ്രത തുടരുകയാണെങ്കിലും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ് എന്ന് മിലിറ്ററി ഫോഴ്സ് അറിയിക്കുന്നുണ്ട്. ആളുകൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പാൽ വിതരണം അടക്കമുള്ള കാര്യങ്ങൾ സാധാരണ നിലയിൽ എത്തുന്നതേയുള്ളൂ. നിലവിൽ ജമ്മുവിൽ മറ്റാക്രമണ ശ്രമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. എങ്കിലും മുഖ്യമന്ത്രി പോകുന്ന സമയത്ത് സ്ഥിതിഗതികൾ കലാപകലുഷിതമായിരുന്നു. പുഞ്ച് മേഖലയിൽ വീണ്ടും പാക് ഷെല്ലാക്രമണം നടന്നുകൊണ്ടിരിക്കുന്നു. പുഞ്ചിലെ ഗ്രാമങ്ങളിലാണ് ഷെല്ലാക്രമണം നടക്കുന്നത്. സാധാരണ ജനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. ഷെല്ലാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടിയും നൽകിക്കൊണ്ടിരിക്കുന്നു. ജമ്മു മേഖലയിൽ രാത്രി 11 മണിക്ക് നുഴഞ്ഞുകയറ്റ ശ്രമവും ഉണ്ടായിരുന്നു. അതും ഇന്ത്യൻ സേന പരാജയപ്പെടുത്തി. സാംബ ജില്ലയിലെ രാജ്യാന്തര അതിർത്തിയിലൂടെയുള്ള നുഴഞ്ഞുകയറ്റ ശ്രമമാണ് ജമ്മു കാശ്മീരിലെ BSF ജവാന്മാർ തടഞ്ഞത്. അങ്ങനെ ഒരു കലാപകലുഷിതമായ സാഹചര്യം നിലനിൽക്കുന്ന ജമ്മുവിന്റെ മണ്ണിലേക്ക് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എത്തിയത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം.